അധികാരവും പണവും ഉണ്ടെങ്കിൽ പിന്നെ നാണം വേണമെന്നൊന്നുമില്ല. കാരണം കഴിഞ്ഞ 2-3 ആഴ്ച മുമ്പ് അല്ലെങ്കിൽ 4 ആഴ്ച മുമ്പ് ഈ ബോച്ചെ എന്ന് പറയുന്ന ആളെ പറ്റി എന്തൊക്കെ നമ്മൾ കേട്ടതാണ്. ബോച്ചെ ജയിലിലിടുന്നു, ബോച്ചെ അങ്ങോട്ട് പോകുന്നു, ബോച്ചെ ഇങ്ങോട്ട് പോകുന്നു, ഇതെല്ലാം ചെയ്യുന്നു. ബോച്ചെ ഹണി റോസ് എന്ന് പറയുന്ന ഒരു നടിക്കെതിരായി പറയുന്നു. ആകെ കുഴപ്പം, എല്ലാം പ്രശ്നം. അയാൾ ജയിലിൽ പോയി എന്തോ അഭ്യാസങ്ങൾ കാണിക്കുന്നു. ഇപ്പോൾ അയാളുടെ അഭ്യാസത്തിന് യാതൊരു കുറവില്ല. പുതിയ അഭ്യാസമായിട്ട് ഇപ്പോൾ വന്നിട്ടുണ്ട്. മോനി ബോൺസിലെ എന്ന് പറയുന്ന മൊണോലിസ എന്ന് സ്വയം വിശേഷിപ്പിക്കപ്പെടുന്ന, മൊണോലിസ എന്ന് പറഞ്ഞാൽ വലിയ സുന്ദരിയാണല്ലോ. മൊണോലിസയുടെ ചിരി എന്ന് പറയുന്നത് ലോകപ്രസിദ്ധമാണ്. പാരീസിലെ ലൂർ മ്യൂസിയത്തിൽ ഞാനത് നേരിട്ട് കണ്ടിട്ടുള്ളതാണ്. ആ മൊണോലിസയാണ് താൻ എന്ന് സ്വയം അവകാശപ്പെട്ടുകൊണ്ട്, അല്ലെങ്കിൽ ബാക്കി കുറേ ആളുകൾ അവളുടെ മേൽ അവകാശം ഉന്നയിച്ചുകൊണ്ട് അയാളെ ആ സ്ത്രീയെയും കൊണ്ട് കോഴിക്കോട് വന്നിരിക്കുന്നു. ബോച്ചയ്ക്ക് ഏത് സ്ത്രീയുടെ കൂടെ വരാം, അത് ബോച്ചയുടെ ഇഷ്ടം. പക്ഷേ അത് കാണാനും അതിന് കയ്യടിക്കാനും അത് ആഹ്ലാദിപ്പിക്കാനും അത് പ്രചരിപ്പിക്കാനും എന്തിനാണ് നമ്മുടെ മാധ്യമങ്ങൾ നിൽക്കുന്നത്? അതിനൊരു കാരണമുള്ളൂ. ഇപ്പോഴും ചെമ്മണ്ണൂരിൻ്റെ പരസ്യമുണ്ട് എല്ലാ ചാനലുകളിലും. ഞാനത് വിമർശനാത്മകമായി തന്നെയാണ് പറയുന്നത്. ചെമ്മണ്ണൂരിൻ്റെ പരസ്യം കൊടുത്തോളൂ നിങ്ങൾ. പക്ഷേ ബോബി ചെമ്മണ്ണൂരിൻ്റെ അഭ്യാസങ്ങൾ കാണിക്കേണ്ട ആവശ്യം നിങ്ങൾക്കുണ്ടോ എന്നതാണ് ചോദ്യം. എത്ര മോശമായിട്ടാണ് സ്ത്രീകളെ പറ്റി അപമാനകരമായി പറഞ്ഞത്. പിന്നെ വേറെ സ്ത്രീ വരുന്നു നിൽക്കുന്നു എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷയമല്ല. അവർ മധ്യപ്രദേശുകാരി എന്തോ ആണ്. അവർക്ക് ഇനി ഇവിടെ കേരളത്തിൽ നിങ്ങൾ എന്ത് പറഞ്ഞാലും അവർക്കൊരു കുഴപ്പമില്ല. അവർ പോവും. നാളെ അവർ സിനിമാ നടിയാവും എന്ന് പറയുന്നു, നമുക്കറിയില്ല. അവർ അതുവരെ ആവാൻ പോകുന്നു. നാളെ നമ്മളൊക്കെ തന്നെ പോയി ചിലപ്പോൾ ഒരു ഹിന്ദി സിനിമയോ ഒക്കെ നമ്മൾ കണ്ടുവെന്നും വരും, അറിയില്ല. ബോളിവുഡ് സിനിമയൊക്കെ വന്നേക്കാം. പക്ഷേ എൻ്റെ ചോദ്യം ആ പെൺകുട്ടിയെക്കുറിച്ചോ അല്ലെങ്കിൽ മറ്റ് ബോച്ചയെക്കുറിച്ചോ പോലും അല്ല. ബോച്ച ഇത്രയും മോശപ്പെട്ട രീതിയിൽ അഭ്യാസങ്ങൾ നടത്തി കേസിൽ പ്രതിയായി ജയിലിൽ കിടന്ന ആളെ ഇത്ര ആഘോഷത്തോടെ വേറൊരു പെണ്ണിനെ കൊണ്ടുവരുമ്പോൾ ഉടനെ എൻ്റെ ബ്രാൻഡ് അംബാസിഡറാണ് എന്ന് പറയുമ്പോൾ അത് ആഘോഷിക്കേണ്ട കാര്യം എന്താ മാധ്യമങ്ങൾക്ക്? കേരളത്തിൽ എന്തെല്ലാം വിഷയമുണ്ട്. ഈ വിഷയം എങ്ങനെയാണ് മാധ്യമങ്ങളുടെ പ്രധാന വിഷയമായത്, പത്രങ്ങളുടെ പ്രധാന വിഷയമായത്? അത് നമ്മുടെ മാധ്യമ സംസ്കാരത്തെക്കുറിച്ച് ഒരു ചിന്ത നടത്താൻ നമ്മുടെ മാധ്യമങ്ങളൊന്ന് ശ്രമിക്കണമെന്ന് എനിക്ക് പറയാൻ. കാരണം പൈസ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും കോമാളിത്തരം കാണിക്കാം ഈ ലോകത്ത് എന്നുള്ളതാണോ? അങ്ങനെയാണോ നമ്മൾ മാധ്യമങ്ങളെ കാണേണ്ടത്? അങ്ങനെ കാണരുത്. കാരണം വളരെ ഗൗരവത്തോടെ മാധ്യമങ്ങളെ കാണുന്ന ആളുകളാണ് ഞങ്ങളൊക്കെ. ജനാധിപത്യത്തിൽ മാധ്യമങ്ങളുടെ പങ്ക് വളരെ പ്രധാനമാണ്. അത് വിമർശനാത്മകമായിരിക്കണം എന്ന് വിചാരിക്കുന്ന ഒരാളാണ്. പക്ഷേ ഇതൊരു ആഘോഷമാക്കുകയും ഈ ആഘോഷത്തിൽ ഈ പറഞ്ഞതുപോലെ ഒരു മാനമര്യാദയില്ലാത്ത രൂപത്തിലുള്ള ആളുകൾ അത് ആഘോഷിക്കുകയും വീണ്ടും അയാളിഞ്ഞ് ഒരു പെൺകുട്ടിയെ കൊണ്ടുവരുന്നു. ഇനിയിപ്പോൾ നാളെ ആ പെൺകുട്ടിയുടെ പരാതി കിട്ടിയാൽ വേറൊരു പെൺകുട്ടിയെ കൊണ്ടുവരും. ഇതാണോ ഒരു മാധ്യമങ്ങൾ ആഘോഷിക്കേണ്ടത്? അയാൾ വലിയ പോവുക, കോഴിക്കോട് വരിക, ആളെ കൂട്ടി എന്തുവേണ്ടി ചെയ്തോട്ടെ. പക്ഷേ ജനാധിപത്യത്തിൽ ഒരു മാധ്യമം ഇത്തരത്തിൽ അതിനൊരു പ്രചരണം കൊടുക്കുന്നത് തെറ്റായ കാര്യമാണ്. മാത്രമല്ല അതിനൊരു നെഗറ്റീവ് സന്ദേശം കൂടിയുണ്ട്. ഒരു പെൺകുട്ടിക്കെതിരെ ആക്രമണം നടത്തുള്ളൂ, വേറെ ഇഷ്ടം പോലെ പെൺകുട്ടികൾ എൻ്റെ കൂടെയുണ്ട് എന്ന് പറയുന്ന ഒരു സ്വരമുണ്ടല്ലോ. 100 പെൺകുട്ടികൾ അയാളുടെ കൂടെ ഉണ്ടായിട്ട് എന്താ കാര്യം? ഒരു പെൺകുട്ടിക്കെതിരെ നടത്തിയ ആക്രമണം തെറ്റായി ശരിയായി പോകും? ഇല്ലല്ലോ. 100 പെണ്ണുങ്ങൾ വന്ന് പറഞ്ഞു ബോച്ചെ കുഴപ്പക്കാരനല്ല, അതും കാശ് കൊടുത്ത് നിർത്തിയ ആളുകളാണെന്നൊക്കെയാണ് പറഞ്ഞത്. എന്തായാലും അപ്പോൾ അതല്ല ഇതിൽ കാര്യം. ഒരാൾക്ക് ദ്രോഹം ചെയ്തിട്ടുണ്ടെങ്കിൽ ദ്രോഹം തന്നെയാണെന്ന് നമ്മൾ കാണുകയും ആ ദ്രോഹത്തിന് വേണ്ട ശിക്ഷ കിട്ടുകയും ചെയ്യണം. അയാളെ മഹത്വവൽക്കരിക്കാൻ പാടില്ല എന്ന് തന്നെയാണ് ഞാൻ കാണുന്നത്.